ഇടുക്കി ചിന്നക്കനാൽ 301 കോളനിയിൽ കാട്ടാന ആക്രമണം. ചക്കക്കൊമ്പൻ കാട്ടാന 2 വീടുകൾ തകർത്തു. വ്യാപകമായി കൃഷിയും നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനിടെ മറയൂർ ചിന്നാർ റോഡിൽ KSRTC ബസ്സിന് മുന്നിൽ കാട്ടാന ഇറങ്ങി. വിരിഞ്ഞ കൊമ്പൻ എന്ന കാട്ടാനയുടെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. രാഹുൽ വിജയൻ വിവരങ്ങളുമായി കട്ടപ്പനയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, രാവിലെ പടയപ്പയും ചക്കക്കൊമ്പനും ഇപ്പോഴിതാ വിരിഞ്ഞ കൊമ്പനും, എന്താണ് വിശദാംശങ്ങൾ? രാഹുൽ വിജയൻ. റീജിത്ത്, മറയൂർ ചിന്നാർ റോഡിലാണ് ഈ വിരിഞ്ഞ കൊമ്പൻ ഇറങ്ങിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂന്നാർ പഴനി റൂട്ടിലോടുന്ന KSRTC ബസ്സാണ് ഈ വിരിഞ്ഞ കൊമ്പൻ തടഞ്ഞു നിർത്തിയതല്ല. മുൻപിൽ വിരിഞ്ഞ കൊമ്പൻ വരികയായിരുന്നു. പിന്നീട് ആ ബസ് പതിയെ പിന്നോട്ടെടുക്കുകയായിരുന്നു. അതിനൊപ്പം തന്നെ ഈ വിരിഞ്ഞ കൊമ്പൻ മുന്നോട്ട് വരികയും ചെയ്തു. അക്രമ സ്വഭാവത്തിലേക്കൊന്നും പോയില്ല. കുറച്ചു നേരം ആന ആ റൂട്ടിലൂടെ ഇങ്ങനെ നടന്നതിന് ശേഷം സ്വമേധയാ അത് വനമേഖലയിലേക്ക് കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇത് ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലൂടെയുള്ള റോഡാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആനകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലം കൂടിയാണ്. പക്ഷേ വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ വരുമ്പോൾ ചെറിയ ആശങ്ക വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്കും ആ ഡ്രൈവർക്കും ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ളത് ആ വസ്തുതയാണ്. എന്നിരുന്നാലും ആന വലിയ പ്രശ്നമുണ്ടാക്കാതെ പോയി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനിയും 301 കോളനിയിലെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് പുലർച്ചെയാണ് ചക്കക്കൊമ്പൻ 2 വീടുകൾ ആക്രമിച്ച് തകർത്തത്. സാവിത്രി, ലക്ഷ്മി എന്നീ ആളുകളുടെ വീടുകളാണ് തകർത്തിരിക്കുന്നത്. വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഈ 2 വീടുകളിലും ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ മേഖലയിൽ ചക്കക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമാണ്. വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുന്നുണ്ട്. RRTയുടെ സേവനമുണ്ട് എങ്കിൽ പോലും കാട്ടാന ശല്യത്തിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ശരി, രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.